ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് കോളിഫ്ലവർ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി നോക്കാം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന കോളിഫ്ലവർ മപ്പാസിൻ്റെ റെസിപ്പിയാണ്. ചപ്പാത്തിക്കും പൂരിക്കും പുട്ടിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നോക്കാം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് കോളിഫ്ലവർ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളത്തിന് അളവൊന്നുമില്ല. ഒരു പാത്രത്തിൽ കോളിഫ്ലവർ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം എടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ വെള്ളത്തിന് ഉപ്പ് തോന്നുന്ന വിധത്തിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. എന്നാലേ കോളിഫ്ലവറിൽ ഉപ്പ് പിടിക്കുള്ളൂ. ഇല്ലെങ്കിൽ കറി വെച്ച് വരുമ്പോൾ കോളിഫ്ലവറിന് ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. കോളിഫ്ലവർ അരിഞ്ഞെടുക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇതേ അളവിൽ അരിഞ്ഞെടുക്കുക. ഇങ്ങനെ അരിഞ്ഞെടുത്താലേ അകത്തോട്ടൊക്കെ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങി ചെന്നിട്ട് നല്ല ടേസ്റ്റ് കാണുള്ളൂ കറിക്ക്. ഇല്ലെങ്കിൽ അകത്തോട്ടൊന്നും മസാല പിടിക്കാത്ത പോലെ തോന്നും. ഞാനിപ്പോൾ 400 ഗ്രാം കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കോളിഫ്ലവറിനകത്തുള്ള പുഴുക്കളും പ്രാണികളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം തോർത്തി കളയാം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി എടുക്കുക. ഇതിലോട്ട് 1/4 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. നെയ്യും ബട്ടറും ഇല്ലെങ്കിൽ മാത്രം എണ്ണ ചേർത്ത് കൊടുക്കുക. നെയ്യും ബട്ടറും ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ബട്ടർ ഒന്ന് അലിഞ്ഞു വരുമ്പോഴേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. തീ സിമ്മിലോട്ടാക്കി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞു വരണം. 7-8 മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോവരുത്. ഞാനിപ്പോൾ ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പുള്ള ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ച് ചേർക്കുക. നമ്മൾ കോളിഫ്ലവർ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഉപ്പൊന്ന് കുറച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് പൊട്ടിക്കാം. പെരിഞ്ജീരകം ഇല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. പെരിഞ്ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 വലിയ സവാള നീളത്തിൽ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് നിറം മാറി വരുന്ന വരെ വഴറ്റിയെടുക്കണം. സവാള നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില, 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്തുടഞ്ഞു വരണം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ സിമ്മിലോട്ട് വെച്ച് കൊടുക്കുക. 1 മിനിറ്റ് ഈ പൊടി ഈ എണ്ണയിൽ കിടന്നിട്ട് പച്ചമണമൊക്കെ മാറി വരണം. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ്. ഇതൊന്ന് തിളച്ചു വരണം. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ കറി വെക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിൽ 10 അണ്ടിപ്പരിപ്പ് ഇട്ട് കുതിർന്നു വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അണ്ടിപ്പരിപ്പ് കുതിർത്തിട്ട് തന്നെ ചേർക്കുക. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ കുറച്ചതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പ് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഇനി ഇത് തിള വന്ന് തുടങ്ങുമ്പോഴേക്ക് ഓഫ് ചെയ്യണം. വെട്ടി തിളപ്പിക്കരുത്, എന്നാലും പിരിഞ്ഞു പോവും. ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് കുറച്ച് എരിവുണ്ടെങ്കിലാണ് ടേസ്റ്റ്. അപ്പോൾ പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിക്കോട്ടോ. അപ്പം തീ ഓഫ് ചെയ്യാം. നമ്മുടെ കോളിഫ്ലവർ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം. സാധാരണ കോളിഫ്ലവർ വെച്ചിട്ട് ഗോബി മഞ്ചൂരിയനും അല്ലെങ്കിൽ മസാല കറിയൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാക്കാറ്.
ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. പുട്ടിനും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.